ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരം കരിമണൽ കൊള്ളയ്ക്ക് വിട്ടുകൊടുത്തെന്ന് മോങ്ങുന്ന നാടൻ കുഴലിനും കൂടെ കൂന്ന കോൺഗ്രസ്സുകാരും മാപ്രകളും അതാരുടെ പണിയാണെന്നറിയില്ലെങ്കിൽ AK ആന്റണിയോട് ചോദിക്കും. അപ്പോൾ ആന്റണി പറഞ്ഞു തരും അത് ഞാനും പിന്നെ പുതുപ്പള്ളി പുണ്യാളനും കൂടി ഒപ്പിച്ച പണിയാണെന്ന്. ധാതുമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്തത് ഈ കുഴലിന്റെയും സതീശന്റെയും സുധാകരന്റെയും പാർട്ടി കേരളവും കേന്ദ്രവും ഭരിക്കുമ്പോഴാണ്. പിന്നീട് BJP സർക്കാരും ഇത് തന്നെ ചെയ്തു. കഴിഞ്ഞ വർഷം മോദി സർക്കാർ മൈനർ മിനറൽ ലൈസൻസിംഗ് നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തിയത് കൂടി അറിയണം. സ്വകാര്യ ഖനനം അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ഭേദഗതി LDF സർക്കാർ ഔദ്യോഗികമായി എതിർത്തതിനെ തുടർന്നാണ് അത് പിൻവലിച്ചത്. തോട്ടപ്പള്ളി പുഴയിൽ നിന്നും നീക്കുന്ന മണൽ പൊതുമേഖലയ്ക്കാണ് കൊടുക്കുന്നതെങ്കിലും അതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഇൽമനൈറ്റ് CMRL-നാണ് കിട്ടുന്നത്. അങ്ങനെ കരിമണൽ കർത്താവിന് ഒത്താശ ചെയ്തതിന്റെ പ്രതിഫലമാണ് വീണയ്ക്ക് കിട്ടിയതെന്നാണ് കോൺഗ്രസ് മാപ്ര ആർപ്പുവിളി. ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്തെ സ്വകാര്യ ഖനന നീക്കത്തിന്റെ കഥ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്താവും കോൺഗ്രസുകാരുടെ ഗതി? പൊഴിയുടെ ആഴവും വീതിയും കൂട്ടുമ്പോൾ കിട്ടുന്ന മണൽ പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കുന്ന കഥയല്ല. ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരം എഴുതി കൊടുക്കാൻ കുഴൽനാടന്റെ നേതാക്കൾ കളിച്ച അന്തം വിട്ട കളി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പോരെ? കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ കോൺഗ്രസും UDF-ഉം 1995-ൽ തുടങ്ങിയതാണ് ഈ കളി. 2001-2006-ലെ UDF സർക്കാർ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് സ്വകാര്യ മേഖലയ്ക്ക് പ്രാമുഖ്യമുള്ള സംയുക്ത സംരംഭത്തിന് ഖനനാനുമതി നൽകാൻ നടത്തിയ നീക്കങ്ങളും അതിനെതിരായ ജനകീയ സമരവും മറന്നുപോയോ? ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് ഖനനാനുമതി നൽകിക്കൊണ്ട് 2003 മെയ് 5-നാണ് സർക്കാർ ഉത്തരവിറക്കിയത്. അതിനെതിരായി വലിയ സമരം ഉയർന്നു വന്നു. മെയ് മാസം 16-ന് ആലപ്പുഴ മുതൽ ആറാട്ടുപുഴ വരെ 45 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പതിനായിരങ്ങൾ അണിനിരന്ന മനുഷ്യക്കോട്ട തീർത്തു. ഒരാഴ്ച കഴിയും മുൻപ് 2003 മെയ് 22-ന് തൃക്കുന്നപ്പുഴ വില്ലേജിലെ 4 ബ്ലോക്കുകളുടെ സ്വകാര്യ ഖനനത്തിന് കേന്ദ്രാനുമതി തേടി കത്തയക്കുകയാണ് UDF സർക്കാർ ചെയ്തത്. 2002 ഒക്ടോബർ 22-നാണ് UDF സർക്കാർ കായംകുളം പൊഴിക്ക് വടക്ക് ആലപ്പുഴ തീരത്ത് സ്വകാര്യ സംയുക്ത സംരംഭങ്ങൾക്ക് കരിമണൽ ഖനനാനുമതി നൽകാൻ നയപരമായി തീരുമാനിച്ചത്. എന്നാൽ അധികാരത്തിൽ വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 2001 ഓഗസ്റ്റ് 8-ന് ആലപ്പുഴ തീരത്ത് സ്വകാര്യ ഖനനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യവസായ സെക്രട്ടറി കേന്ദ്ര ഖനന വകുപ്പിന് കത്തയച്ചിരുന്നു എന്നതാണ് മറ്റൊരു തമാശ. 2004 ഡിസംബർ 26-ന് ആഞ്ഞടിച്ച സുനാമിയിൽ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് 39 പേർ മരിച്ചു. 1500 വീടുകൾ പുനർനിർമ്മിക്കേണ്ടി വന്നു. ഈ ദുരന്തത്തിന് ശേഷവും ഈ തീരത്തെ സ്വകാര്യ ഖനന നീക്കവുമായി UDF സർക്കാർ മുന്നോട്ടു പോയി. 2005 അവസാനമായപ്പോഴേക്കും ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ വില്ലേജുകളിലെ 13 ബ്ലോക്കുകൾ ഇവർ കേന്ദ്ര സർക്കാരിൽ നിന്നും ഖനനാനുമതി നേടി. ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്തിന്റെ പരിസ്ഥിതി ദുർബലാവസ്ഥയാണ് ഖനനത്തെ എതിർക്കുന്നതിന് കാരണമായത്. സുനാമി ഈ ആശങ്ക ബലപ്പെടുത്തി. എന്നിട്ടും UDF സർക്കാർ പിന്മാറിയില്ല. കേന്ദ്രാനുമതി ലഭിച്ച 13 ബ്ലോക്കുകളിൽ ഖനനം നടത്താൻ ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് CMRL 2005 ഡിസംബർ 28-ന് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി. അപ്പോഴേക്കും കേരളം മറ്റൊരു പൊതു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയിരുന്നു. 2006-ൽ LDF അധികാരത്തിൽ വന്നു. 2007-ൽ പുതിയ വ്യവസായ നയം കൊണ്ടുവന്നു. സ്വകാര്യ സംയുക്ത സംരംഭങ്ങൾക്ക് ധാതുമണൽ ഖനനത്തിന് അനുമതി നൽകില്ല എന്ന് LDF സർക്കാർ പ്രഖ്യാപിച്ചു. പരമാവധി മൂല്യവർദ്ധനവിൽ ഊന്നി പരിസ്ഥിതി സംരക്ഷിച്ചുള്ള സമീപനമാകും ധാതുമണൽ മേഖലയിൽ സ്വീകരിക്കുക എന്നും വ്യക്തമാക്കി. ടൈറ്റാനിയം ലോഹ നിർമ്മാണത്തിന് വേണ്ട ആധുനിക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുകയും ടൈറ്റാനിയം അധിഷ്ഠിത വ്യവസായം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് സർക്കാർ വ്യക്തമാക്കി. ധാതുമണൽ വിനിയോഗം സംബന്ധിച്ച ഏറ്റവും സമഗ്രമായ സമീപനമായിരുന്നു ഇത്. ഈ നയത്തിന്റെ അടിസ്ഥാനത്തിൽ CMRL-ന് ഖനനാനുമതി നിഷേധിച്ച് സംസ്ഥാന സർക്കാർ കത്തു നൽകി. ഇതിനെതിരെ CMRL കേന്ദ്ര ഖനി വകുപ്പിന് റിവിഷൻ ഹർജി കൊടുത്തു. ഖനനാനുമതി നിഷേധിച്ചത് കേന്ദ്ര നയത്തിന് വിരുദ്ധമാണെന്നും ഈ സമീപനം ധാതുമണൽ രംഗത്തെ മത്സരാധിഷ്ഠിത വികസനത്തെ തടയുമെന്നും ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ഉത്തരവുകൾ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ റദ്ദാക്കി. 2009 നവംബർ 30-നായിരുന്നു കേന്ദ്ര ഖനി വകുപ്പിന്റെ ഈ തീരുമാനം. ഇതിനെതിരെ CMRL കേന്ദ്ര ഖനി വകുപ്പിന് റിവിഷൻ ഹർജി കൊടുത്തു. ഖനനാനുമതി നിഷേധിച്ചത് കേന്ദ്ര നയത്തിന് വിരുദ്ധമാണെന്നും ഈ സമീപനം ധാതുമണൽ രംഗത്തെ മത്സരാധിഷ്ഠിത വികസനത്തെ തടയുമെന്നും ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ഉത്തരവുകൾ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ റദ്ദാക്കി. 2009 നവംബർ 30-നായിരുന്നു കേന്ദ്ര ഖനി വകുപ്പിന്റെ ഈ തീരുമാനം. 2010 ഡിസംബർ 15-ന് വീണ്ടും ഈ അപേക്ഷകൾ നിരസിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഈ ഉത്തരവിനെതിരെ CMRL ഹൈക്കോടതിയിൽ ഹർജി നൽകി.
ഖനനാനുമതി നിരസിച്ച സർക്കാർ ഉത്തരവ് 2013 ഫെബ്രുവരി 21 ഹൈക്കോടതി റദ്ദാക്കി. സമരത്തെ തുടർന്ന് 4 ബ്ലോക്കുകൾക്ക് നൽകിയ അനുമതി മരവിപ്പിച്ചിരുന്നു. ഈ ഉത്തരവും കോടതി റദ്ദാക്കി. മറ്റ് 16 അപേക്ഷകൾ തീർപ്പാക്കാതെ സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു. ഇവയടക്കം മുഴുവൻ ഖനനാനുമതി അപേക്ഷകളും 6 മാസത്തിനകം പുനഃപരിശോധിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സമരം ശക്തമായതിനെ തുടർന്ന് UDF നീക്കങ്ങൾ വിജയിച്ചില്ല. 2016 മുതൽ ഇപ്പോൾ വരെ ഇടതുപക്ഷ സർക്കാരാണല്ലോ. ഇതുവരെ സ്വകാര്യ ഖനനാനുമതി നടപ്പാക്കിയിട്ടുമില്ല. അപ്പോൾ കുഴൽനാടനും മാപ്രകളും ചെയ്യേണ്ടത് പോയി AK ആന്റണിയോട് ഇതേക്കുറിച്ച് ചോദിക്കുക. പറ്റിയാൽ പുതുപ്പള്ളിയിൽ പോയി കല്ലറയിൽ ഒരു ചോദ്യക്കുറിപ്പ് വെക്കുകയുമാകാം. അതുമല്ലെങ്കിൽ സ്വകാര്യ ധാതുമണൽ ഖനനം നയമായി സ്വീകരിച്ച കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തോട് ചോദിക്കുകയുമാകാം. കർത്താവിന് കരിമണൽ ഖനനം കൊടുക്കാൻ കച്ച കെട്ടിയിറങ്ങിയതാണ് UDFന്റെ ചരിത്രം. തുണിയഴിച്ചാടുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്.